ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ GNMന്റെ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും LBS സെന്റർ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അഡ്മിഷൻ ടു ജനറൽ നഴ്സിംഗ് ആൻഡ് 2025 GNM ആൻഡ് ANM, അതായത് ഓക്സിലറി നഴ്സിംഗ് കോഴ്സസും 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അതിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. 2025-26 അധ്യയന വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് ANM കോഴ്സസ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ്. ആ ഒരു ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് GNM ആൻഡ് ANM കോഴ്സസിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. GNM ഓർ ANM കോഴ്സിന് മാത്രമായോ അതോ GNM ANM കോഴ്സുകൾക്ക് കൂടി അപേക്ഷിക്കുന്നതിന് ഓൺലൈനിൽ കൂടി അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ മതിയാകും. ഒരു അപേക്ഷ മാത്രം GNM ആൻഡ് ANM കോഴ്സിൽ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇതിന് ഫീ ഡിഫറെന്റ് ആണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ GNMന് മാത്രമായിട്ട് 400 രൂപയാണ് വരുന്നത്. GNMഉം ANMഉം കൂടി നിങ്ങൾ അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 600 രൂപയാണ് വരുന്നത്. ANM മാത്രം അപേക്ഷിക്കുന്നതിന് 300 രൂപയാണ് വരുന്നത്. SC/ST വിഭാഗങ്ങൾക്ക് GNM മാത്രമാണ് എന്നുണ്ടെങ്കിൽ 200 രൂപയാണ്. GNM ആൻഡ് ANM ഒരുമിച്ച് അപേക്ഷിക്കുന്നതിന് 300 രൂപയും ANM മാത്രമായിട്ട് അപേക്ഷിക്കുന്നതിന് 180 രൂപയുമാണ് വരുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ GNMന്റെ രീതിയിലുള്ള പ്രോസ്പെക്ടസും നമ്മുടെ സൈറ്റിൽ തന്നെയുണ്ട്. അത് ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് പ്രോസ്പെക്ടസിൽ എന്തൊക്കെയാണ് GNM കോഴ്സ് ബേസ് ആയിട്ട് എങ്ങനെ അപേക്ഷിക്കണം, ആർക്കൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ കാര്യാലയം DME നടത്തുന്ന GNM കോഴ്സിലേക്കുള്ള പ്രവേശന നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. കോഴ്സ് സ്ഥാപനങ്ങൾ, സീറ്റുകൾ, അതായത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം. സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ST വിഭാഗത്തിനായി 30 സീറ്റുകളും 1 സീറ്റ് ANM യോഗ്യതയുള്ള വിദ്യാർത്ഥിക്ക് സംവരണവുമുണ്ട്. അതായത് നമുക്ക് അതിന് മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള GNM ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് തൃശൂർ, കോഴിക്കോട്, കോട്ടയം എന്നീ 3 സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നടപ്പാക്കുന്നു. ഈ സീറ്റുകൾ മുഴുവനായി SC/ST വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൾക്കായി മാത്രമാണ്, SC/STക്ക് മാത്രമാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് പ്രോസ്പെക്ടസ് വായിക്കാൻ പറഞ്ഞതിന്റെ റീസൺ ഇതാണ്. ആർക്കൊക്കെയാണ് സംവരണം വന്നിട്ടുള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് മാത്രം നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോഴിക്കോട് സീറ്റുകളുടെ എണ്ണം SC വിഭാഗത്തിനായി 30 സീറ്റുകളാണ്. ദെൻ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കോട്ടയം ST വിഭാഗത്തിനായി 30 സീറ്റുകളാണ്. മൊത്തം സീറ്റുകൾ വരുന്നത് 90 ആണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം എന്നീ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ ഓരോന്നിനും 20% സീറ്റുകൾ പുരുഷ അപേക്ഷാർത്ഥികൾക്കാണ് ഉള്ളത്. ഇനി ഇപ്പൊ പുരുഷന്മാര് ആ ഒരു സീറ്റിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക്, അതായത് പെൺകുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. യോഗ്യതയുള്ള ST അപേക്ഷാർത്ഥികൾ ഇല്ലാതിരുന്നാൽ പരമാവധി 20 സീറ്റുകൾ വരെ SC അപേക്ഷാർത്ഥികൾക്ക് അന്തിമ അലോട്ട്മെന്റിൽ പരിഗണിക്കും. അതായത് ST കുട്ടികൾ അവിടെ അഡ്മിഷൻ എടുക്കാതെ വരുമ്പോൾ അത് SC കുട്ടികൾക്ക് അവിടെ സംവരണം വരാനുള്ള ചാൻസസ് ഉണ്ട്. മൊത്തം സീറ്റുകളുടെ 1% ANM അപേക്ഷാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നുമുണ്ട്. ഇനി കോഴ്സിന്റെ ദൈർഘ്യം പറയാം. GNM കോഴ്സ് എന്ന് പറയുന്നത് 6 month ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 3 വർഷമാണ് കോഴ്സ് വരുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാനുള്ള പരമാവധി കാലയളവെന്ന് പറയുന്നത് 6 വർഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 വർഷം എന്ന് പറയുന്നത് പല കുട്ടികളും തോക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തോക്കുകയാണെങ്കിൽ സപ്ലൈ എഴുതി നിങ്ങൾ ഒരു 6 വർഷത്തിനകം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സീറ്റുകളുടെ സംവരണം നോക്കാം. സീറ്റുകൾക്കുള്ള സംവരണം എന്ന് പറയുന്നത് ഓരോ കോളേജിലെയും 20% സീറ്റുകൾ പുരുഷ അഭ്യർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ബോയ്സ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഗേൾസിനുള്ള അഡ്മിഷൻ സാധ്യതകളും ഉണ്ട്.
സംവരണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത് SC വിഭാഗത്തിൽ അല്ലെങ്കിൽ ST വിഭാഗത്തിൽ സംവരണം ആവശ്യപ്പെടുന്ന അപേക്ഷാർത്ഥികൾ തഹസിൽദാറിൽ നിന്നുള്ള ജാതി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നേടണം. ദെൻ ഭിന്നശേഷിയുള്ളവർക്കുള്ള സംവരണവും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ഇതിൽ കൃത്യമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും ഇപ്പോൾ സംവരണം ഉള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടും സീറ്റ് റിസർവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രോസ്പെക്ടസിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അതുകൂടി നോക്കിയതിന് ശേഷം മാത്രമാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അപേക്ഷാർത്ഥികൾ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയ്ക്ക് 40% മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. യോഗ്യതാ പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ ഓപ്ഷണൽ വിഷയങ്ങളായിട്ട് ഉണ്ടായിരിക്കണം. പക്ഷേ ഇംഗ്ലീഷ് നിർബന്ധമാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 2025 ഡിസംബർ 31 അപേക്ഷകർ കുറഞ്ഞത് 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷകർ ഓൺലൈനായി അപേക്ഷയും ആവശ്യമായ രേഖകളും സമർപ്പിക്കണം. നമ്മൾ LBS ചെയ്തത് സാധാരണ മുന്നേ നമ്മൾ നഴ്സിംഗിന് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ്. യോഗ്യതാ പരീക്ഷയുടെ അവസാന വർഷത്തിൽ അപേക്ഷകർക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ദെൻ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ അപേക്ഷാർത്ഥികൾക്ക് ഓൺലൈനായി കോളേജ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാൻ പിന്നെ അവസരം വരും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു സമയം വരും. അതിനുശേഷം നമ്മുടെ നോർമലി ഉള്ള ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ദെൻ സ്പോട്ട് അലോട്ട്മെന്റ് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് പറഞ്ഞല്ലോ SC ST റിസർവേഷൻ കുട്ടികൾക്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവിടെ അപേക്ഷ വരുത്താത്ത രീതിക്ക് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ബാക്കിയുള്ള കാറ്റഗറിയിലേക്കും റിസർവേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 15 നഴ്സിംഗ് സ്കൂളുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. ദെൻ SC ST വിദ്യാർത്ഥികൾക്കുള്ള ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂള് ആശ്രമം, കൊല്ലം. ഇതിലെല്ലാത്തിലും വരുന്ന ടോട്ടൽ സീറ്റിന്റെ കണക്കുകളും നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 485 സീറ്റുകളാണ് വരുന്നുണ്ടാവുക. ANMന്റെ എന്ന് പറയുന്നത് ഗവൺമെന്റ് JPHN ട്രെയിനിങ് സെന്റർ തൈക്കാട്, തിരുവനന്തപുരം. SC ST വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 20 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ കോട്ടയം, പാലക്കാട്, ദെൻ കാസർഗോഡ്. മൊത്തം സീറ്റുകൾ 120 ഇത് ANM കോഴ്സിന് വേണ്ടി മാത്രമാണുള്ളത്. ENM കോഴ്സ് 6 മാസത്തെ ഇന്റേൺഷിപ്പോട് കൂടി 3 വർഷവും ANM കോഴ്സ് 2 വർഷവുമാണ് ഉള്ളത്. അതുപോലെ തന്നെ നോൺ കേരളൈറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ നിന്നുള്ള നാമനിർദ്ദേശം ലഭിക്കുന്നവർ, അതുപോലെ ഏതെല്ലാം റിസർവേഷൻ കാറ്റഗറി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഭിന്നശേഷിയുള്ളവർക്കും പ്രത്യേകം സംവരണം ഉള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ 50%, EWS കാറ്റഗറിക്ക് 10%, അതുപോലെ ഓരോ കാറ്റഗറിക്കും എത്ര ശതമാനം റിസർവേഷൻ ഉണ്ട് എന്നുള്ളതും പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. DV കാറ്റഗറിക്ക് 2%, BK, KN, BZ, KU, SC ST കാറ്റഗറിയുടെ എല്ലാം റിസർവേഷൻസ് കറക്റ്റ് ആയിട്ട് തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ജില്ലയിലും ഒരു സീറ്റ് കേരള സ്പോർട്സ് കൗൺസിൽ ശുപാർശ ചെയ്യുന്ന അപേക്ഷാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. സ്പോർട്സ് കോട്ട പ്രകാരം സംവരണം ആവശ്യപ്പെടുന്ന അപേക്ഷാർത്ഥികൾ പ്രോസ്പെക്ടസിൽ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് കേരള സ്പോർട്സ് കൗൺസിൽ നിർദ്ദേശിച്ച യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഓൾറെഡി സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ച കുട്ടികൾക്ക് അറിയാമായിരിക്കും ഏത് രീതിയിലാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളത്. അപേക്ഷാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. അതിന്റെ പ്രിന്റ് ഔട്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അവസാന തീയതിക്ക് മുന്നേ ആയിട്ട് അയക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. തയ്യാറാക്കിയ മാർക്ക് പട്ടിക LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറിലേക്ക് എക്സ്ട്രാ പോലീസ് റോഡ്, പാളയം, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ നിശ്ചയിച്ച തീയതിക്ക് മുന്നായി അയക്കണം. സ്പോർട്സ് കോട്ടയ്ക്ക് അർഹതയുള്ള അപേക്ഷാർത്ഥിക്ക് കായിക മികവിന് 100 മാർക്ക് വരെ ലഭിക്കും. ഇത് യോഗ്യതാ പരീക്ഷയിൽ റാങ്കിനായി പരിഗണിക്കുന്ന വിഷയങ്ങളിൽ ലഭിച്ച മാർക്കുകൾ 100ൽ ചേർത്ത് കണക്കാക്കും. അതിനാൽ പരമാവധി 200 മാർക്ക് വരെ നേടാൻ കഴിയും. സ്പോർട്സ് കോട്ട പ്രകാരമുള്ള മെറിറ്റ് ലിസ്റ്റ് ഈ 200 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതായിരിക്കും.
ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മാർക്കിന് ടൈയോ കാര്യങ്ങളോ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് സെയിം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് LBS എങ്ങനെയാണ് സെയിം മാർക്കുള്ള ഇൻഡെക്സ് കുട്ടികൾക്ക് ഡിഫറെന്റ് റാങ്ക് വരുന്ന രീതിയിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് വീഡിയോ നിങ്ങൾ കാണാത്തവർ അതുകൂടെ ഒന്ന് ചെന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ NCC കോട്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളും ഇതിലുള്ളതാണ്. ആ റിസർവേഷന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസർവേഷനിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പാരാമിലിറ്ററി കോട്ട, ഓരോ സീറ്റ് വീതം പാരാമിലിറ്ററി, മുൻ പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരുടെ മക്കളോ ആശ്രിതരോ സേവനത്തിനിടെ കൊല്ലപ്പെട്ടതോ കാണാതായതോ അവർക്കായിട്ട് GNM ആൻഡ് ANM കോഴ്സുകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 2025 GNM പ്രവേശനത്തിനായി എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലും ANM പ്രവേശനത്തിനായി കാസർഗോഡ് ട്രെയിനിങ് സെന്ററിലും സീറ്റ് റിസർവേഷൻ ഉള്ളതാണ്. പ്രോസ്പെക്ടസിൽ എവിടേക്കാണ് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള കോളേജുകൾ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് കോളേജിലാണോ ചേരുന്നത് അതനുസരിച്ച് അവിടെ നിന്ന് ഫീസ് പറയുന്നതായിരിക്കും. ആ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറി സ്റ്റുഡൻസിന് അതിൻ്റെതായ ഫീ കൺസെഷനും ഉണ്ടായിരിക്കുന്നതാണ്. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷയ സെന്ററിൽ പോകുന്നതാണ് നല്ലത്. അക്ഷയ സെന്ററിൽ പോയതിന് ശേഷം അവരുടെ അടുത്ത് പറയുക. അതിനുശേഷം എല്ലാം അപേക്ഷിച്ചതിന് ശേഷം അവർ ID പാസ്വേഡ് തരും. അത് എല്ലാവരും സൂക്ഷിച്ചു വെക്കുക. നിങ്ങൾക്ക് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയം ഉണ്ടായിരിക്കുന്നതാണ്. അലോട്ട്മെന്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള LBS അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.